ഇറാൻ ഔദ്യോഗിക വാർത്താ ചാനലായ IRIB സംപ്രേഷണം ചെയ്ത ഒരു വിവാദ ദൃശ്യം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഒരു പ്രധാന വാർത്താ പരിപാടിക്കിടെ നഗരത്തിനു മുകളിൽ പെട്ടെന്ന് വൻ വെളിച്ചവും അതിനെ തുടർന്ന് കൂണുപോലെയുള്ള വലിയ പുകപടലങ്ങളും ഉയരുന്ന ആണവ സ്ഫോടനത്തിന്റെ 3D ദൃശ്യങ്ങളാണ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ ദൃശ്യം നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലുമായി കടുത്ത യുദ്ധപ്രതീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നത് അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വീക്ഷിച്ചത്. ഇറാൻ തങ്ങളുടെ ആദ്യ ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ സൂചനയാണോ ഇതെന്ന് വരെ പലരും സംശയിച്ചു. മിസൈൽ ആക്രമണങ്ങളും സൈനിക നീക്കങ്ങളും സജീവമായി ചർച്ച ചെയ്യുന്ന സമയത്തായതിനാൽ ഈ തത്സമയ ദൃശ്യം ഇറാനിലെ പൊതുജനങ്ങളെയും വലിയ രീതിയിൽ പരിഭ്രാന്തിയിലാഴ്ത്തി. എന്നാൽ സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി IRIB അധികൃതർ രംഗത്തെത്തി. വാർത്താ വിഭാഗത്തിന് സംഭവിച്ച ഒരു ആന്തരിക എഡിറ്റിംഗ് പിഴവ് മാത്രമാണിതെന്നും ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും അവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ചാനലിലെ വാർത്താവതാരകൻ തത്സമയം തന്നെ ഈ ദൃശ്യങ്ങൾ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പ്രേക്ഷകരെ അറിയിച്ചെങ്കിലും ആഗോള രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ചകൾ അവസാനിപ്പിക്കാൻ അതിന് കഴിഞ്ഞില്ല. ഇറാൻ മനഃപൂർവ്വം തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി ലോകത്തിനു മുന്നിൽ കാണിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ നടത്തിയ ഒരു തന്ത്രപരമായ നീക്കമാണോ ഇത് എന്ന തരത്തിലുള്ള സംശയങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങൾക്ക് ഒരു പരോക്ഷ മുന്നറിയിപ്പ് നൽകാൻ ഇറാൻ ഭരണകൂടം മാധ്യമങ്ങളെ ഉപയോഗിച്ചതാകാമെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അമേരിക്ക ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ദൃശ്യം പുറത്തുവന്നത് ആഗോള വിപണിയെയും ബാധിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം വാർത്തകൾ അമേരിക്കൻ പെന്റഗണിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും കടുത്ത നിരീക്ഷണത്തിന് കാരണമായിട്ടുണ്ട്. വാഷിംഗ്ടണിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് സൂചനകൾ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതികൾ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ വന്ന ഈ ദൃശ്യങ്ങൾ കേവലം ഒരു എഡിറ്റിംഗ് പിഴവായി തള്ളിക്കളയാൻ ഇസ്രായേൽ പ്രതിരോധ സേന തയ്യാറല്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നദാൻസ് തുടങ്ങിയ ഇടങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ടെഹ്റാനിലെ വാർത്താ ഏജൻസികൾ ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ ഇതിനെ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ അല്ലെങ്കിൽ മാനസിക യുദ്ധതന്ത്രമായിട്ടാണ് കാണുന്നത്. സൈനികമായ പ്രകോപനങ്ങൾക്ക് മുതിർന്നാൽ തങ്ങളുടെ പക്കൽ വിനാശകരമായ ആയുധങ്ങളുണ്ടെന്ന സൂചന നൽകാൻ ഇറാൻ ഇത്തരം ദൃശ്യങ്ങൾ ഉപയോഗിച്ചതാകാമെന്നാണ് അവരുടെ വാദം. ഡിജിറ്റൽ യുഗത്തിൽ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം പ്രചാരണങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതേസമയം ഇറാന്റെ മാധ്യമ ശൃംഖലകൾക്ക് നേരെ മുൻപും പലതവണ വിദേശ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന വാർത്തകളും പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇറാന്റെ പ്രധാന വാർത്താ ചാനലുകൾ ഉപഗ്രഹ സിഗ്നലുകൾ വഴി ഹൈജാക്ക് ചെയ്യപ്പെട്ട ചരിത്രമുള്ളതിനാൽ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചാനൽ സുരക്ഷിതമാണെന്ന നിലപാടിൽ തന്നെയാണ് IRIB ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാമ്പത്തിക തകർച്ചയും ഉപരോധങ്ങളും കാരണം ഇറാന്റെ ആഭ്യന്തര മാധ്യമ മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ഇത്തരം സാങ്കേതിക പിഴവുകൾ അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണെന്നും മറ്റൊരു വിഭാഗം നിരീക്ഷകർ കരുതുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും പരിചയസമ്പന്നരായ ജീവനക്കാരുടെയും കുറവ് ഇത്തരം വലിയ പിഴവുകളിലേക്ക് നയിച്ചേക്കാം. എങ്കിലും ഒരു ആണവ സ്ഫോടനത്തിന്റെ ദൃശ്യം തന്നെ അബദ്ധത്തിൽ സംപ്രേഷണം ചെയ്തത് അവിശ്വസനീയമായി തുടരുന്നു. ഈ വിവാദം ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള ആണവ ചർച്ചകളെ വീണ്ടും സങ്കീർണമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് ആവർത്തിക്കുമ്പോഴും ആഗോള സമൂഹം അത് പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ടിവിയിലൂടെ വന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇറാനു മേലുള്ള നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ആഗോളതലത്തിലുള്ള മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്.
മിഡിൽ ഈസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും കനത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ ഇത്തരം ഓരോ ചെറിയ ചലനങ്ങളും അതീവ ജാഗ്രതയോടെയാണ് വിപണികളും നിരീക്ഷിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ പ്രകടമാണ്. IRIBയുടെ ഈ വിവാദ സംപ്രേഷണം കേവലം ഒരു സാങ്കേതിക പിഴവാണെന്ന് പറഞ്ഞ് അധികൃതർ കൈയൊഴിഞ്ഞെങ്കിലും അതുണ്ടാക്കിയ രാഷ്ട്രീയ അലയൊലികൾ ചെറുതല്ല. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും ഇതിനോടുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യൻ ആകാശത്ത് ആണവ നിഴൽ വീഴ്ത്തിയ ഈ എഡിറ്റിംഗ് പിഴവ് ഭൗമരാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറിയേക്കാം.